പാമ്പാണെങ്കിൽ ഞാൻ ഓടും. ഇവിടെ ഇവിടെ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. ഗായ്സ് ഇവിടെ മൊത്തം എലിപ്പനി ആയതുകൊണ്ട് ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് നിവഞ്ഞുണ്ട് ഗായ്സ്. പിന്നെ നമ്മുടെ സ്വന്തം ഗസ്റ്റായ മോൺസ്റ്റർ ട്രക്കും ഉണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ വേറൊരു കൂട്ടുകാരനുമായിട്ട് ഇട്ടിരുന്നു. അതിനകത്തേക്ക് വ്യൂസ് ഒന്നും കയറാത്തത് കൊണ്ട് നമ്മൾ ഇന്നൊന്നും കൂടെ ഇടുകയാണ്. എന്തായാലും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2000 റുപ്പീസാണ്. ഇത് ഓട്ടിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഉപ്പടിയുടെ ഗായ്സ്, നമ്മൾ ആദ്യമായി ഇതൊന്ന് നല്ല രീതിയിൽ ചാടിക്കാൻ പോവുകയാണ്. അത് നമുക്ക് ഇന്നലൊക്കെ റൗണ്ടൊക്കെ അടിക്കാം. എന്റെ കാല് ഗായ്സ്, ഇനി നമുക്ക് നേരെ അടിച്ചാടിക്കും. ആ നേരെ എടുത്തിട്ടുണ്ട ഓ ആ വട്ടി തുടങ്ങി. പട്ടി അടിക്കാൻ ഗായ്സ്. പട്ടിയല്ല, മരത്തിലായി. നീ എന്തുവാടാ കാണിക്കണ? ഇപ്പാണ് എന്റെ ഉദ്ദേശം. പട്ടി നമ്മളെ ചെക്കെന്താ കാറും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഓട്ടിക്കുമ്പോ മാത്രം കയറണല്ലേ. എവ ഓട്ടിക്കുമ്പോ മാത്രം കയറണം. അതെന്റെ വണ്ടി, അപ്പോൾ എന്റെ അടുത്ത് സ്നേഹം കാണും. മനസ്സിലായില്ലേ? ഓ, നമുക്കിനി സ്പീഡിന് തേരി ഇളക്കാം. തേരി കയറുന്ന മനസ്സിലായില്ലേ? ദോ പോണു. ഓ വണ്ടി ലുക്ക് തന്നെ മറന്ന ലുക്ക്. കിടിലം ഗൈസ്. ഇതാണ് ആദിയുടെ വീട്. ആദി ഇവിടെ ഇല്ല. ആദിയുടെ അമ്മേരെ വീട്ടിൽ പോയി. നമ്മളെ ഗ്രൗണ്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഓട്ടിക്കാൻ പോവാം. ഇവന്മാർ അടി കൂടെയാണ്. എടാ, ആർക്കടാ ആദ്യം ഓട്ടിക്കേണ്ടത്? എനിക്ക് ഇപ്പോഴടി കൂടുണ്ടേ. അടി കൂടണമെന്ന് പറഞ്ഞാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ഗ്രൗണ്ടിലോട്ട് ഇളക്കാം. രാജിക്കോ ഐശ്വര്യം തേഞ്ഞ്. ഇനി മൊത്തം ഓഫ് റോഡാണ് ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ ഗ്രൗണ്ടിൽ ഓട്ടിക്കാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ പിറകെ ഒരു പട്ടിയുണ്ട്. പട്ടി വേടാ, പട്ടി പട്ടിയുടെ കുറവും കൂടെ ഉള്ളു. ഇനി നമുക്ക് ബിലാലിനെ വിളിക്കണം. ഗൈസ്, നമ്മളങ്ങനെ ബിലാലിനെ വിളിച്ചിട്ടുണ്ട്. അവൻ പുതിയതായിട്ടാണ് വന്നത് നമ്മൾ ആ ചാനലിലേക്ക്, അല്ലാതെ പഴയത്. ഗൈസ്, ഒരു പണി കിട്ടി. ഇവിടെ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഗൈസ്, ഇവിടെ മൊത്തം എലിപ്പനി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ. വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. ആരും ഇങ്ങോട്ട് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. പാടം മൊത്തം വെള്ളം കയറി ഗൈസ്. പാടമെന്ന് പറയാൻ പറ്റില്ല. വെള്ളത്തിലോട്ട് ഇറക്കല്ലേ ഗൈസ്. ചാലിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മൊത്തം എലിപ്പനിയൊക്കെ കാണും, എലിമൂത്തൊക്കെ കാണും. ആരും ഇങ്ങനത്തെ വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. ഇതോ അവിടെയാണ് നമ്മളിരിക്കണം. അത് മൊത്തം വെള്ളം കയറി ഗൈസ്. ഇതാ കണ്ട, നല്ല ക്രിസ്റ്റൽ ക്ലീൻ വെള്ളം. പക്ഷേ ആകാശത്തുനിന്ന് ഇത് അടിക്കണോണ്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ വൈബല്ലേ. ചിലരൊക്കെ ഇവിടെ പുതിയ പയ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്
നമ്മളെ ന്യൂ ഗസ്റ്റ് ഇതാ ഓട്ടിക്കുകയാണ് ഗൈസ്. പണി പാളുമോ ഇല്ലയോ എന്ന് ദൈവത്തിന്. അയ്യോ വണ്ടി ചത്തു. ഗൈസ് ന്യൂ ഗസ്റ്റിന് പണി കിട്ടി. പുതിയൊരു കൊച്ചുകളക്കാൻ വന്നിട്ടുണ്ട്. 3 ഗസ്റ്റ് ഒക്കെ ഉണ്ട്. എവിടെന്നൊക്കെയോ വരണം ഒരു ഗസ്റ്റ്. നമ്മളങ്ങനെ അടിച്ചു പണിയില്ല, എന്നാലും നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഓട്ടിച്ച് നോക്കടാ. ഇനി അവ ഓട്ടിക്കാൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞൂടാ. എന്തോ പാമ്പെന്നും പറഞ്ഞ് വിളിക്കണ ഗൈസ്. പാമ്പാണെങ്കിൽ ഞാൻ ഓടും. എവിടെയാ പാമ്പ്? ഇങ്ങോട്ട് വാ. പാമ്പൊന്നും ഇല്ലേ? അതായത് മീൻ പിടിക്കണ മറ്റേ സംഭവം അതല്ലേ ഗൈസ്. ഇത് എരിയാണെന്ന് തോന്നുന്നു. ഇതെന്തേ സാധനം ഗൈസ്? ഇതെന്തേ സാധനം അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ. എന്തായാലും നമുക്ക് ഇത് കണ്ടതിന് ശേഷം നൈസിന് വലിയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ ഊരിയിട്ടുണ്ടൊന്ന് എത്താണ്ട ഇങ്ങനത്തെ സംഭവം. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് വെള്ളം കയറിയിട്ടൊന്നുമില്ല. ഇത് ഈ വെള്ളം കയറാൻ സാധ്യതയുമില്ല. അടച്ചോ ഗൈസ്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചാർജ് ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് ചാർജ് ചെയ്യാം.